വെൽക്കം ടു അവർ ചാനൽ ഈസി ഹിന്ദി ക്ലാസ്. മക്കളെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്ന് കഴിഞ്ഞ 7ാം ക്ലാസ്സിലെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ്. നമുക്ക് നോക്കാം. ഗതിവിധി ഏക്ക്, ഒന്നാമത്തെ ഗതിവിധി. തന്നിരിക്കുന്ന ബോക്സിലുള്ള കാര്യങ്ങൾ വായിച്ച് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. അനുക്കോ ഏക്ക് സൈക്കിൾ ലേനി ഥി. അനുവിനൊരു സൈക്കിൾ വാങ്ങണമായിരുന്നു. മാംകോ തോ ഉസ്നെ മനാ ലിയ. അമ്മയെ കൊണ്ട് സമ്മതിപ്പിച്ചു. പർ പാപ്പ നഹി മാനെ. പക്ഷേ അച്ഛൻ സമ്മതിച്ചില്ല. ഉനെ ലഗ്താ ഹെ കി അനു കാ ഹർ ആഗ്രഹ് പൂരാ ഹോത്താ രഹാ തോ വഹ് ബിഗഡ് ജായേഗി. അച്ഛൻ വിചാരിച്ചു അനു പറയുന്ന ഓരോ ആഗ്രഹവും സാധിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ ചീത്തക്കുട്ടിയായി മാറുമെന്ന്. പാപ്പ ഏക്ക് ഗുല്ലക് ലായേ ഔർ ബോലെ. അച്ഛൻ ഒരു ഗുല്ലക് പണക്കുടുക്ക കൊണ്ടുവന്നിട്ട് പറഞ്ഞു. പഹലെ കുച്ച് പൈസ ജമാ കർലോ. ആദ്യം കുറച്ച് പൈസ സൂക്ഷിച്ചു വെക്കുക. ഫിർ സൈക്കിൾ ലേലേന. പിന്നീട് സൈക്കിൾ മേടിക്കാം. ഗുല്ലക് ഏക്ക് ഖൂബ്സൂരത് ഹാത്തി കെ ആകാർ ഖാത്ത. പണക്കുടുക്ക ഒരു മനോഹരമായ ആനയുടെ രൂപത്തിൽ ഉള്ളതായിരുന്നു. ഇതിലെ ആദ്യത്തെ ചോദ്യം, ഗദ്യാംശയ്ക്ക് ആധാർ പർ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ശരിയായത് ഏതാണെന്നാണ്. ഇതിനകത്ത് ശരിയായ ഉത്തരം അനു നെ മാംകോ മനാ ലിയ എന്നതാണ്. ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെല്ലാം ഈ ബോക്സിൽ തന്നെ ഉണ്ട്, തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. രണ്ടാമത്തത്, പാപ്പാക്കോ കിസ്ക ഡർ ഥാ. അച്ഛന് എന്ത് കാര്യത്തിലായിരുന്നു പേടി? ഉത്തരം അനൂക്കെ ബിഗഡ് ജാനേക്ക. അടുത്തത്, അനു ക്യാ ചാഹത്തി തി ഔർ പാപ്പ ക്യാ ലായി. അനു എന്താണ് ആഗ്രഹിച്ചത്? അച്ഛൻ എന്താണ് കൊണ്ടുവന്നത്? അനു സൈക്കിൾ ചാഹത്തി തി, പാപ്പ ഗുല്ലക് ലായി. അനു സൈക്കിളാണ് ആഗ്രഹിച്ചത്, പക്ഷേ അച്ഛൻ പണം സൂക്ഷിക്കാനുള്ള കുടുക്കയാണ് കൊണ്ടുവന്ന് കൊടുത്തത്. അടുത്തത്, ഗുല്ലക് കിസ്കെ ആകാർ കാത്ത. ഗുല്ലക്കിന് എന്തിൻ്റെ രൂപമായിരുന്നു, എന്തിൻ്റെ ഷേപ്പായിരുന്നു? ആൻസർ ഹാത്തിക്ക്, ആനയുടെ ഷേപ്പായിരുന്നു. അടുത്തത്, സൈക്കിൾ ഖരീദിനെ കെ ലിയെ പാപ്പാനെ ക്യാ ഉപായ ബതായ. സൈക്കിൾ മേടിക്കാൻ വേണ്ടി അച്ഛൻ എന്ത് ഉപായമാണ്, എന്ത് നിർദ്ദേശമാണ് നൽകിയത്? ആദ്യത്തേതാണ് ഉത്തരം ഗുല്ലക് മേ പൈസ ജമാ കർനേക്ക. ഗുല്ലക്കിൽ പൈസ സൂക്ഷിക്കാൻ വേണ്ടി, പണക്കുടുക്കയിൽ പൈസ സൂക്ഷിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അടുത്ത ഗതിവിധി ദോ, രണ്ടാമത്തെ ഗതിവിധി. പ്രേം കെ സിവ ഔർ കുച്ച് നഹി എന്ന പാഠഭാഗത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് തന്നിരിക്കുന്നത്. ഇത് വായിച്ച് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. അഭാവ്, ബീമാരി, ഗരീബി, ദുഃഖ കെ ബീച്ച് की साधारण लोगों ने अपने जीवन में थोड़ा थोड़ा प्रेम, थोड़ी थोड़ी आत्मीयता और मनुष्यता बचाकर रखी है. उन्हें देखते हुए सोचती हूँ कि धरती में प्रेम सबसे ताकतवर मूल्य है. यही इंसान के भीतर समर्पण ला सकता है. ഇവിടുത്തെ ആദ്യത്തെ ചോദ്യം, പ്യാർ കെ ലിയെ ഗണ്ട് മേ പ്രയുക്ത ശബ്ദ് കോൺ സാ ഹേ. സ്നേഹം എന്നതിന് പകരമായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ആത്മീയത, പ്രേം, മനുഷ്യത, ദുഃഖ്. പ്രേം എന്ന വാക്കാണ് ഉത്തരം. ഇനി രണ്ടാമത്തത്, സംഗീതോങ്കി സഹായതാ സെ ധർത്തി മേ പ്രേം സബ്സെ താക്കത്വർ മൂല്യ ഹേ വിഷയ പർ ലഘുലേഖ് ലിഖേ. ഈ തന്നിരിക്കുന്ന സൂചനകൾ 3 പോയിന്റുകൾ തന്നിട്ടുണ്ട്. ഈ പോയിന്റുകളൊക്കെ ഉപയോഗിച്ച് ധർത്തി മേ പ്രേം സബ്സെ താക്കത്വർ മൂല്യ എന്ന വിഷയം, അതായത് ഭൂമിയിൽ സ്നേഹമാണ് ഏറ്റവും ശക്തിയുള്ളത് എന്നതിനെക്കുറിച്ച് ഒരു ലഘുലേഖനം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന പോയിന്റുകളൊക്കെ ഉൾപ്പെടുത്തിയാണ് എഴുതേണ്ടത്. പ്രേം സെ ലോഗോं के बीच का संबंध बढ़ना, പ്രേം സെ മനുഷ്യത കാ ബച്ചാവ്, പ്രേം സെ ദോസ്തി ബഡന. അടുത്തത് ഗതിവിധി 3. മൂന്നാമത്തെ ഗതിവിധിയാണ്. ബാരിഷ് കെ ബാദ് എന്ന കഥയിലെ കുറച്ച് ഭാഗങ്ങളാണ് തന്നിരിക്കുന്നത്. ഗുഡലെ അബി കീടെ കെ ജാത്തെ ഹുയെ ദേഖ് രഹി തീ കി ഗുഡ്ഡുനെ ആവാസ് ദി. ദേഖ് ഗുഡലി ഗോകുൽ ഗയ്യ, കിതനി സുന്ദർ मखमली लाल रंग की कीड़ी होती है गोकुल गाय. बारिश के अलावा और किसी मौसम में दिखती ही नहीं है. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഗോകുൽ ഗയ്യ കിസ് മൗസം മേ ദിഖ്തി ഹെ. ഗോകുൽ ഗയ്യയെ ഏത് കാലാവസ്ഥയിലാണ് കാണുന്നത്? ഇവിടെ ഈ ബോക്സിൽ തന്നെ ഉത്തരമുണ്ട്. ബാരിഷ് കെ മൗസം മേ, മഴ സമയത്താണ് കാണാറുള്ളത്. ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യമാണ്. ഗുഡ്ഡു ഔർ ഗുഡലി ഗോകുൽ ഗയ്യ കോ ദേഖ്തേ ഹൈൻ
വേ उसे पकड़कर स्कूल ले जाना चाहते हैं दोनों के बीच की बातचीत लगी രണ്ടുപേരും ഗോകുൽഗായിനെ പിടിച്ചുകൊണ്ട് സ്കൂളിൽ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അവർ തമ്മിലുള്ള സംഭാഷണം, ബാത്ചീത്ത് എന്ന് പറഞ്ഞാൽ സംഭാഷണം എഴുതാനാണ് നോക്കുക. ഇവിടെ 2 വരി തന്നിട്ടുണ്ട്, ബാക്കി നിങ്ങൾ സ്വയം എഴുതണം. ഗുഡ്ഡു ദേഖ് ഗുഡലി ഗോകുൽഗായ്, ദേഖ് ഗുഡലി ഗോകുൽഗയ്യ, ഗുഡലി വാ ബഹുത്ത് സുന്ദർ. ഗുഡ് പറയുന്നുണ്ട്, നോക്ക് ഗോകുൽഗയ്യ. അപ്പോൾ ഗുഡലി പറഞ്ഞു വളരെ മനോഹരമായിരിക്കുന്നു. അടുത്തതായിട്ട് ഗുഡ്ഡു ഹാ ഇസ്കാ രംഗ് ലാൽ ഹേ, അതെ ഇതിൻ്റെ നിറം ചുവപ്പുമാണ്. ഗുഡലി ഇസേ സ്കൂൾ ലേ ജായി ഔർ ദോസ്തോം കോ ദിഖായേ, ഇതിനെ സ്കൂളിൽ കൊണ്ടുപോയി കൂട്ടുകാരെ എല്ലാം കാണിക്കാം. ഗുഡ്ഡു ഹാ മാച്ചിസ് കി ഡിബ്ബി ലേലോ, ശരി തീപ്പെട്ടി കവറ് എടുക്കൂ. ഗുഡലി ഇധർ ഹേ, ഇവിടെയുണ്ട്. അടുത്ത ഗതിവിധി 4, 4ാമത്തെ ഗതിവിധിയാണ്. ഇവിടെ 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഈ ചിത്രത്തിന് ഉചിതമായ വാക്യങ്ങൾ ഇവിടുന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ ചിത്രത്തിന് അനുയോജ്യമായ നമ്പറുകൾ ഓരോ പോയിൻറ്റിൻ്റെയും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം, യഹാ ബച്ചയ്ക്ക് പ്രതി ഹഥിനി കാ കോൺസാ മനോഭാവ് പ്രകട ഹോത്താ ഹൈ, ഇവിടെ ആനയ്ക്ക് കുട്ടികളോട് എന്ത് മനോഭാവമാണ് പ്രകടമാകുന്നത് എന്നാണ്. പ്യാർ, ആൻസർ പ്യാർ. ഗതിവിധി 5, 5ാമത്തെ ഗതിവിധിയാണ്. ജന്നത്ത് കെ ബച്ചെ ഫിലിം ലേഖിനെ കുറിച്ചുള്ള കുറച്ച് ഭാഗങ്ങളാണ് തന്നിരിക്കുന്നത്. ഫിലിം കാ നാം ഹെ ചിൽഡ്രൻസ് ഓഫ് ഹെവൻ യാനി ജന്നത്ത് കെ ബച്ചെ. യഹ് ഏക് ഇറാനി ഫിലിം ഹെ, ഇസ് ഫിലിം കെ മുഖ്യ കിർദാർ ഹെ അലി ഔർ സാഹിറ നാം കെ 2 ബച്ചെ. 1ാമത്തെ ചോദ്യം, ചിൽഡ്രൻസ് ഓഫ് ഹെവൻ കഹാം കി ഫിലിം ഹെ, എവിടുത്തെ സിനിമയാണ്? ഉത്തരം ഇറാൻ കി. 2ാമത്തത്, आपके स्कूल में सुरीली हिंदी मंच के नेतृत्व में चिल्ड्रंस ऑफ हेवन का प्रदर्शन होने वाला इसकी सूचना देते हुए एक उद्ഘോഷണ തയ്യാർ കരെ. നിങ്ങളുടെ സ്കൂളിൽ സുരീലി ഹിന്ദി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഒരു ചിൽഡ്രൻസ് ഓഫ് ഹെവൻ എന്ന സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു അനൗൺസ്മെൻറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം നോക്കാം. ബച്ചോ കൃപയ ധ്യാൻ ദേ, കുട്ടികളെ ശ്രദ്ധിക്കൂ. കൽ സുബഹ് 10 ബജെ കോ ഹമാരെ സ്കൂൾ में सुरीली हिंदी मंच के नेतृत्व में ചിൽഡ്രൻസ് ഓഫ് ഹെവൻ കാ പ്രദർശൻ ഹോനെ വാലാ ഹേ. നാളെ രാവിലെ 10 മണിക്ക് നമ്മുടെ സ്കൂളിൽ സുരീലി ഹിന്ദി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ചിൽഡ്രൻസ് ഓഫ് ഹെവൻ എന്ന സിനിമയുടെ പ്രദർശനം ഉണ്ട്. मंच के सदस्यों से अनुरोध है कि ठीक समय पर उपस्थित हो, കൃത്യസമയത്ത് തന്നെ എല്ലാവരും എത്തിച്ചേരണം. ലാസ്റ്റത്തെ ഗതിവിധി 6, സാഫ് സഫായി മേ അവൽ ഗാവ് എന്ന പാഠഭാഗത്തിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. യഹാം ലോഗ് അപ്പനെ ഘർ സെ നികൽനെ വാലെ കൂടെ കച്ചറെ കോ ഭി ഡസ്റ്റ്ബിൻ മേ ജമാ കർത്തെ ഹൈ और फिर उसे एक जगह इकट्ठा कर खेती के लिए गाद की तरह इस्तेमाल करते हैं. 1ാമത്തെ ചോദ്യം, മാവലിനോങ് കെ ലോഗ് കൂടെ കച്ചറെ ഇക്കട്ടാ കർ കിസ്കെ ലിയെ ഇസ്തേമാൽ കർത്തെ ഹെ. മാവലിനോങ്ങിലെ ജനങ്ങൾ വേസ്റ്റ് എല്ലാം ശേഖരിച്ച് എന്താണ് ചെയ്യാറുള്ളത്? അവരത് വയലിലേക്ക് വളമാക്കുകയാണ് ചെയ്യാറുള്ളത്. 1ാമത്തതാണ് ഉത്തരം, ഗേത്തെ കെ ലിയെ. ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ, സ്വസ്ഥ രഹനെ കെ ലിയെ പര്യാവരൺ കോ സാഫ് രഖ്നാ ഹെ. ആരോഗ്യമുള്ളവരായിരിക്കാൻ വേണ്ടി നമ്മുടെ പരിസ്ഥിതിയും ശുദ്ധമുള്ളതായിരിക്കണം, വൃത്തിയുള്ളതായിരിക്കണം. യഹ് സന്ദേശ് ദേനെ വാല ഏക് പോസ്റ്റർ തയ്യാർ കരെ, ഈ സന്ദേശം നൽകിക്കൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.